വാഴ്ത്തപ്പെടുമാറാണ്. വീണ്ടും നിങ്ങളോടൊത്ത് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. പല സ്ഥലങ്ങളിൽ പല ഭവനങ്ങളിൽ അതുപോലെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ ഒന്നിച്ചു കൂടുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. प्रभु यीशु मसीह का अति पवित्र नाम का महिमा हो। प्रभु ने फिर से हमको एक मौका दिया इस रीति से जूम प्लेटफॉर्म में सभी भाई लोग इकट्ठा होने के लिए। सभी लोगों को प्रभु यीशु मसीह में वंदना करता हूँ। നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തതുപോലെ വചനത്താലാണ് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. जैसा हमने प्रार्थना में सुना था कि परमेश्वर हमें प्रार्थना के द्वारा है यहाँ पर हमें संभाले रखा है और वचन के द्वारा हमें संभाले रखा है। ഓരോ ദിവസവും വലിയവനായ ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നു. और एक एक दिन हमें प्रभु का अनुग्रह को अनुभव करने हो पा रहा है। നമ്മൾ എവിടെയായിരുന്നാലും അവന്റെ ആ കരുതലിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. हम जहां पर भी रहते हैं प्रभु हमें इस रीति से संभाला गया है, इसके लिए हम बचे हुए हैं। വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള കർത്താവാണ്. वचन में हम पढ़ते हैं कि हमारा प्रभु बहुत दयालु और क्षमा से भरा हुआ है। കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന പരിപാലനത്തെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അതിന് മതിയാകുകയില്ല. जिस रीति से प्रभु हमें संभाल रहा है उस रीति से कितना भी हम धन्यवाद दें वो कम है। ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾക്ക് ഓർക്കുവാൻ ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുകയാണ്. एक एक दिन का दुनिया का अवस्था को देखकर हम ये बात कह सकते हैं कि प्रभु का आगमन बहुत निकट है। അതാണ് നമ്മുടെ പ്രത്യാശ ആയിരിക്കുന്നത്. और वही हमारा आशा है। അതിനോടൊത്ത് ഒരു ചെറിയ ഒരു വചനം വായിച്ച് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വചനമാണ്, പലപ്പോഴും നാം കേൾക്കുകയും അതിൽ നിന്ന് ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. विषय में इसलिए हम लोग वचन पढ़ेंगे। हम लोग बहुत अधिक बार ये वचन को हम लोग मनन करते हैं। യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, യോഹന്ന का सुसमाचार उसका 15 अध्याय, അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. उसका 4 से 9 हम पढ़ते हैं। ഞാൻ സാക്ഷാൽ മന്ത്രിയോടെയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു. അത് ഒന്നുതൊട്ട് വായിക്കുകയാണ്. 4 ഇങ്ങനെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തു പോകുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവാൻ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. നമ്മൾക്ക് ഇവിടെ ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഇടയായത്. अभी हम लोग सबसे परिचय वाला और जानने वाला एक वचन है। अभी हमने 1 से 10 तक पढ़ा। ഈ 15-ാം അധ്യായം നമ്മൾക്കറിയാം. അവിടെ നമ്മൾക്ക് അതിന്റെ തലക്കെട്ടിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത് മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള ആ ബന്ധമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. अगर हम लोग जब इस अध्याय का शीर्षक को जब हम पढ़ते समय में दाखलता और डाली के बारे में का सच्चा रिश्ता के बारे में वहां पर कहता है। നമ്മൾക്ക് ഈ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. इस भाग को पढ़ते समय में एक बात हम लोग यशायाह का पुस्तक 5वां अध्याय से बात याद आता है। 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു മുന്തിരിവള്ളിയുടെ ഉപമ അവിടെ പറയുന്നതായിട്ട് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. वहां पर भी उसका 1 से अगर हम पढ़ते समय में वहां पर भी ये दाखवधु का यह एक दृष्टांत वहां पर दिया गया है। തോട്ടക്കാരൻ ഒരു മുന്തിരിവള്ളി അവിടെ നട്ടുണ്ടാക്കി. तो किसान ने वहां पर उसने एक दाखरस को उसने बोया, അതിലുള്ള അശുദ്ധത എല്ലാം നീക്കി കളഞ്ഞു. और सब प्रकार का अशुद्धता को हटा के रखा. അതിന് ഒരു വേലി കെട്ടി. उसके लिए वो एक दीवार बांध के रखा. അതിന്റെ നടുവിൽ ഒരു ചക്ക് കുഴിച്ചിട്ടു. और उसके बीच में उसको दफनाया.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ആ കൃഷിക്കാരൻ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और इस रीति से सब प्रकार का हिफाजत की बातों को वो दाखरस को देता है। എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് ഉടനെ കായ്ക്കും. അതിൽ നിന്ന് എനിക്ക് അതിൻ്റെതായ എല്ലാ പ്രതിഫലവും ലഭിക്കും എന്നുള്ള രീതിയിൽ ആ കൃഷിക്കാരൻ, ആ തോട്ടക്കാരൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. और ये किसान जब इसको जब पेड़ को रखते समय में वो ये उम्मीद में रहता है, ये आशा में रहता है कि वो बहुत जल्दी फलवंत होगा और मुझे उसका दाखरस को पीने मिलेगा और मैं उसका अंगूर का फल का भाग लूंगा करके इस खुशी में वो बीज बोता है। അവരുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ അതിൽ നിന്ന് ലഭിക്കുമെന്നുള്ള വളരെ വിശ്വാസത്തോടു കൂടിയാണ് ആ തോട്ടക്കാരൻ അത് ചെയ്തത് എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. तो उसके जीवन में बहुत से आशीष का और सही रीति से देखभाल कर रहा है, ये बात को देखकर वो किसान कार्य करता है। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവന്റെ ആശ നിരാശയായി പോകുന്ന ഒരു കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और वहां पर लेकिन आगे हम देखते हैं कि जिस आशा से और उम्मीद रख के बैठा था वो निराशा में बदल जाता है। അന്നേരം അവിടെ ചോദിക്കുന്നുണ്ട്, നീ നല്ല നല്ല മുന്തിരിവള്ളി അല്ലയോ നട്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और वहां पर वो मालिक कहता है कि मैंने तो अच्छा बीज बोया था ना। അവൻ ഉത്തരം കൊടുക്കുന്നത്, ഞാൻ നല്ലത് തന്നെയാണ് നട്ടത്, എന്നാൽ അതിൽ നിന്ന് ഫലം ലഭിച്ചത് കാട്ടുമുന്തിരിങ്ങയാണെന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. तो वो दाखरस तो उसने अच्छा तो डाला तो था, लेकिन वो जंगली वृक्ष का वहां पर उत्पन्न हो गया, जिसके वजह से वो कहता है कि परंतु इसमें से निकम्मा घास कैसा निकला। അതുപോലെ ഒരു അത്തിയുടെ ഒരു ഉപമയും നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ നിന്ന്. इसी रीति से हम अंजीर का भी एक दृष्टांत को हम देखते हैं। എന്നാൽ അവിടെ പറയുന്നുണ്ട്, കുറെ നാൾ കൂടി നിൽക്കട്ടെ, ഞാൻ അതിന് വളവ് ഇട്ട് ഒന്നുകൂടി ഒരു വർഷം കൂടി നിൽക്കട്ടെ, അല്ല കായ്ച്ചില്ല എങ്കിൽ ഞാനത് വെട്ടി തീയിലിട്ട് വെട്ടി അത് കളഞ്ഞേക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. वहां पर अंजीर के विषय में भी जब वो फलवत नहीं होता है तो किसान का दास कहता है कि उसको मुझे 1 साल और दो, मैं उसमें कार्य करूंगा, अगर वो नहीं हुआ तो फिर मैं उसको काटकर आग में जला दूंगा। ഈ ജീവിതത്തിൽ ഇതുമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. इस दृष्टांत को अगर हम हमारे जीवन के साथ अगर तुलना करके देखें तो ആദ്യത്തെ മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ജീവിതം. पहला जो जिंदगी हमारा था वो जिंदगी को अगर हम देखा जाए तो बहुत सारा कमियां और बहुत सारा गंदगी से भरा हुआ जीवन था हमारा। അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയവനായ ദൈവത്തെ അറിയുവാനും ഭാഗ്യം ലഭിച്ചു. वो सब गंदगी को और अशुद्धता को प्रभु ने हटाकर जीवित परमेश्वर को जानने का भाग्य प्रभु ने हमको दिया। നമ്മൾക്കറിയാം, നമ്മുടെ ആ കാലത്തെ ജീവിതം നമ്മൾ എഫെസി ലേഖനത്തിലും ഗലാത്യയിലും ഫിലിപ്പി ലേഖനത്തിലും ഒക്കെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और हमारा अवस्था कैसा था करके हम गलतियों एफिसियों और फिलिपियों में और सब जगह पे हम पढ़ते हैं कि हमारा दशा कैसा था। എന്നാൽ വലിയവനായ ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ അവന്റെ പുത്രന്മാരാക്കി തീർത്തു. फिर भी प्रभु ने हमारे ऊपर दया किया और हमें उनका पुत्र बनाया। അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? इसके लिए अभी हमें क्या करना चाहिए? കാട്ടുമുന്തിരിങ്ങ കായ്ക്കാനാണോ നമ്മളെ വലിയവനായ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? क्या हमें जंगली बन जाने के लिए, जंगली दाखरस बन जाने के लिए प्रभु ने हमको बुलाया है क्या? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന അവന്റെ വേല അവന്റെ വേല നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. प्रभु ने तो जो हमें बुलाया है उनका सेवा के लिए बुलाया है, നല്ല ഫലം കായ്ക്കണം, ताकि हम लोग अच्छा फल उत्पन्न कर सके, നല്ല പ്രവൃത്തി ചെയ്യണം. अच्छा कार्य करना है। നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്ത് മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരണം. मतलब हम जिस अवस्था में है उसमें हम लोग अच्छा कार्य कर करके दूसरों को भी मसीह में लाना है। അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? उसके लिए हमें क्या करना चाहिए? ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആ വിഷയം എടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞത്. ये उस विषय में आने के लिए है, मैं ये सब बातों को मैंने कहा। അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 4 വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കഴിഞ്ഞ നാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ളവരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. वाक्य 4 पढ़ते समय में हम देखते हैं कि हम वहां पर क्या करना चाहिए, किस रीति से हमें कार्य करना चाहिए करके हम पढ़ते हैं। ഇങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്, എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും കഴിയുകയില്ല എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. यूहन्ना 15 का 4 में जब पढ़ते समय में तुम मुझ में बने रहो और मैं तुम में, जैसा डाली यदि दाखलता में बनी न रहेगी तो अपने आप से वो नहीं फल सकती,
അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവനിൽ വസിക്കുന്നവർ ആയിരിക്കണം. तो उसके इससे इस भाग से हमें एक बात पता चलता है कि हमें उस पे बना रहना है। അവനിൽ വസിച്ചിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. उनमें बना नहीं रहेंगे तो हम कुछ नहीं कर पाएंगे। നമുക്ക് സ്വതമേ ഒന്നിനും ഒരു കഴിവുമില്ല. हमको स्वयं में हमको कुछ भी काबिलता नहीं है। അതാണ് മുന്തിരിവള്ളി അതിനോട് പറ്റി ചേർന്ന് നിന്നുകൊണ്ട് അത് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അതിനെ ചെത്തി വെടിപ്പാക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. इसके लिए डाली अच्छा रीति से फलवंत हो जाने के लिए उसको अच्छे से काटा जाता है ताकि उसमें जीवन का भाग बहकर फलवंत हो सके। 5-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ഇപ്രകാരം പഠിക്കണം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 5वां वाक्य आखिरी भाग में इसे लिखा है कि क्योंकि मुझसे अलग होकर तुम कुछ भी नहीं कर सकते। നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, अगर हम लोग परमेश्वर से दूर हो जाए तो നമ്മൾ ഒന്നുമില്ലാത്തവരെ ശൂന്യമാണ് നമ്മുടെ ജീവിതം. फिर हम कुछ भी नहीं, हमारा जीवन शून्य हो जाता है। നമ്മൾക്കറിയാം, തന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഒരു ഉപമ അവിടെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. अपने चेलों के विषय में प्रभु एक दृष्टांत में बात कहता है। മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. मरकोस आना മർക്കോസ് मरकोस का सुसमाचार उसका अध्याय 4 में അതിന്റെ 35 മുതൽ 41 വരെ ഉള്ള ഒരു ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. उसका 34 से 41 तक पढ़ते समय में वहां पर एक बात कहता है। നമുക്ക് അവിടെ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. इस रीति से हम पढ़ते हैं। അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. तो वहां पर उसके 34 में 35 में पढ़ते समय में उस दिन जब शाम हुआ तो प्रभु कहने लगा कि चलो हम उस पार हम जाते हैं करके। വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ട് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ പറയാ വലിയൊരു ജനക്കൂട്ടം അതിന്റെ പുറകിൽ ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. वहां पर हम देखते हैं कि एक बहुत बड़ा भीड़ वहां पर था। പല 4-ാം അധ്യായത്തിൽ പല ഉപമകൾ അവിടെ പറഞ്ഞിരിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. अध्याय 4 को अगर हम ध्यान देंगे तो यहाँ पर हम देखते हैं कि बहुत सा दृष्टांतों को हम यहाँ पर देख सकते हैं। 4-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വരിക്കുന്നത്, അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾക്കുവാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു എന്ന്. അതിന്റെ 35-ാമത്തെ ഈ ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കുന്നു. എന്നാൽ നമ്മുടെ വലിയവനായ ദൈവം അവിടെ വചനം ഘോഷിക്കുമ്പോൾ അവരുടെ വചനം അവരോട് പറയുമ്പോൾ അത് ചില ഉപമകളാലും ദൃഷ്ടാന്തങ്ങളും കാണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടി വലിയവനായ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 33 और 34 में हम पढ़ते समय में हम देखते हैं कि उस दिन पर प्रभु ने बहुत सा दृष्टांतों को उनके जीवन में बोला, उनके विषय में बोला उस दिन। और दृष्टांत बोलते समय में वो सब बातों का अपना चेलों को उसका अर्थ भी बताकर वो देता था। दृष्टांत का सही रीति से अर्थ क्या है वो भी बता के देता था। इस तरह प्रभु अपने चेलों के साथ पूरा दिन बने रहकर वो दृष्टांत और उसका अर्थ से बात करते हुए वो अपना दिन बिताया। 4-ാം വാക്യത്തിന് യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും കഴിയുകയില്ല എന്ന് നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. जैसा हमने യോഹന്ന 15 का 5 में हमने पढ़ा था, क्योंकि मुझसे अलग होकर तुम कुछ नहीं कर सकते। അതിനാണ് ഞാൻ ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യത്തിന്റെ 35 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, ശിഷ്യന്മാർ തന്നെ വിട്ട് തന്നോട് കൂടെ ഉണ്ട്, അവരുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ. और फिर हम देखते हैं कि उस बात को हम प्रभु को छोड़कर हम अकेले हम कुछ नहीं कर सकते। बात को समझाने के लिए मरको 4 का हम लोग 35 से पढ़ते समय में हम देखते हैं कि वो लोग वहां पर आगे चलकर जब वो लोग जहाज में बैठकर उस पार वो लोग जा रहे थे, हम जानते हैं कि प्रभु उनके साथ है। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവരുടെ ഹൃദയം വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. पर वहां पर वो लोग जब समुद्र नदी में रहते समय में, समुद्र में उस पार जाते समय में वो लोग बहुत ही विचलित हो गए करके हम देखते हैं। ഒരു പക്ഷേ അവർക്ക് തോന്നിക്കാണും, വലിയവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അവർ വ്യാകുലപ്പെട്ട് കാണും. और इस तरह का बाढ़ और बहुत बड़ा लहरें जब उठकर आते समय में, आंधी आते समय में वो लोग शायद ऐसा सोचे होंगे, प्रभु हमारे साथ होने के बावजूद भी क्यों इस तरह का विपत्ति हमारे जीवन में आ रहा है अभी। അതിന്റെ ഉത്തരവും നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. जवाब भी वहां पर हम देखते हैं। അവരുടെ വിശ്വാസക്കുറവ് മൂലമാണ് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
उनके विश्वास के कारण हित हेतु है करके वहां पर हम पढ़ते हैं। അവനോട് ചേർന്ന് നിൽക്കുവാനുള്ള അവനെ ചേർന്ന് നിന്നതിൽ നിന്ന് അകന്നു പോയി എന്ന് നമ്മൾക്ക് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. तो वहां पर हम देखते हैं कि वो लोग भले ही प्रभु उनके साथ है तो भी वो लोग प्रभु से अलग हो गए हैं करके वो अवस्था को हम देखते हैं। അവര് പഠിച്ച എല്ലാ കഴിവും അവിടെ പ്രയോഗിച്ചവര്. और वो लोग भले ही वो लोग मछुआरे थे, समुद्र में कैसा नाव चलाने आता था, इसमें सब प्रकार का तंत्र वो लोग ने इस्तेमाल किया जान बचाने के लिए। ആ സമുദ്രത്തിന്റെ എല്ലാ വശങ്ങളും അവർക്കറിയാം. वो समुद्र को वो लोग अच्छी तरह से पहचानते हैं वो लोग। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുന്നത് പോലെ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പെട്ടെന്നാണ് ഈ സംഭവം അവിടെ സംഭവിക്കുന്നത്. परंतु हम देखते हैं कि जैसे ही वो लोग जहाज पर बैठकर उस पार जाते समय में अचानक से आंधी उठकर आया। അപ്പോൾ എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവരുടെ ഹൃദയം വളരെ വ്യാകുലപ്പെട്ടു. और फिर ये आंधी को देखकर वो लोग घबरा गए। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഒടുവിൽ അവരാൽ ചെയ്യാവുന്ന പരിശ്രമം മുഴുവൻ അവർ ചെയ്തു. എന്നാൽ അവർക്ക് അതിൽ നിന്ന് വിജയം കാണാതായപ്പോൾ അവർ ദൈവത്തോടെ അപേക്ഷിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. और वो लोग अपना सामर्थ्य और अपना अनुभव लेकर जहाज में अपने आप को बचाने का पूरा कोशिश किया, लेकिन जब वो लोग नाकाम हुए तो तब वो लोग प्रभु को पुकार रहे हैं। അവൻ അവരുടെ കൂടെ 38-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ അവൻ അമരത്ത് തല വെച്ച് സുഖമായി കിടന്നുറങ്ങുകയാണ്. तो वहां पर हम देखते हैं कि 38 में पढ़ते समय में प्रभु तो वहां पर जहाज में आराम से सो रहा था। അന്നേരം ശിഷ്യന്മാർ എന്ന് അവനോട് പറയുന്നുണ്ട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. तब वो लोग प्रभु के पास आकर वो लोग कहने लगे कि हे गुरु, क्या तुम्हें चिंता नहीं, क्या हम नाश हो रहे हैं करके। എന്നാൽ അവരുടെ നാശത്തിന് വേണ്ടിയല്ല അത് അവിടെ ആ കാറ്റടിപ്പിച്ചത് എന്ന് നമ്മൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. परंतु हम जानते हैं कि ये भागों को पढ़ते समय में हम समझते हैं कि उनका नाश के लिए नहीं वहां पर आंधी और तूफान और लहरें उठकर आई। അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്തതെന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. बल्कि उन लोग विश्वास में कितने वो लोग स्थिर है करके ये बात जानने के लिए ये अवस्था हुआ है। എന്നാൽ അവൻ എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और फिर हम लोग देखते हैं कि वो फिर उठे और वो आंधी को लहरों को उसने शांत किया। പ്രകൃതിയുടെ മേൽ അവൻ അധികാരമുണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നുപോയി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. प्रकृति में भी यीशु मसीह अधिकारी है करके, सारा अधिकार प्रभु रखता है करके ये बात वो लोग भूल गए। ഇതിനോട് ചേർന്ന് നമ്മൾക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. इसके साथ और एक बात हम जानते हैं, കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം प्रभु का क्रूस का मृत्यु के बाद നമുക്കത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ ക്രൂശിച്ച ശേഷം പത്രോസും മറ്റു ശിഷ്യന്മാരും അവരുടെ പഴയ പണിക്ക് കടന്നു പോകുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. यूहन्ना का सुसमाचार का आखिरी अध्याय में हम इस रीति से पढ़ते हैं कि जब प्रभु का क्रूस पे मृत्यु के बाद और पुनरुत्थान के बाद भी हम देखते हैं उन दिनों में पत्रोस तभी और बाकी चेलों के साथ क्या किया, वो लोग वापस मच्छी पकड़ने को चले गए। നമ്മൾക്കറിയാം അവരുടെ ഗുരു, അവരുടെ നായകൻ, അവരുടെ നടത്തിപ്പുകാരൻ അവരിൽ നിന്ന് പോയി ഇനിയും മടങ്ങി വരുമോ എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടതായി നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और उन लोग ने देखा कि उनका गुरु जो उनका चरवाह जो उनको चलाता है, सब बातों में संभालता है, वो भी उनके बीच में नहीं है, इसलिए वापस आएगा क्या नहीं करके उन लोग को विश्वास नहीं था। इस अविश्वास के आधार पर उन लोगों ने वापस मच्छी पकड़ने गए। എന്നാൽ പത്രോസ് തന്റെ പണിക്ക് വേണ്ടി പോകാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്ത് ഞാൻ എന്റെ പണിക്ക് പോകണം, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. यूहन्ना में हम पढ़ते हैं कि पत्रोस वहां पर कहता है कि मैं मच्छी पकड़ने जा रहा हूं करके, എന്നാൽ അവർ പോയി. എന്നാൽ അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾക്കറിയാം. और वहां पर क्या घटना हुआ करके हम जानते हैं। അവനിൽ വസിക്കാത്തത് കൊണ്ട് അവർ അനുഭവിച്ച ആ പ്രയാസം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. क्योंकि वो लोग प्रभु में बना नहीं रहने की वजह से, उसके वजह से जो विपत्ति उन लोग के जीवन में आया और जो നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ കടലിൽ അവര് രാവിലെ മുതൽ വെളുക്കോളും അവർ പരിശ്രമിച്ചു എന്നല്ല, ഒരു മീനും അവർക്ക് ലഭിച്ചില്ല എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और वो लोग मच्छी पकड़ने के लिए दिन भर रात तक वो लोग वहां पर चारा डाला और जाल बिछाया, लेकिन कुछ भी मच्छी नहीं मिला। അവസാനം കർത്താവ് അവിടെ വന്നുകൊണ്ട് പറയുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. उसके बाद हम देखते हैं कि प्रभु वहां पर आता है, प्रकट होकर पूछता है कि कुछ है क्या खाने के लिए, ऐसा पूछता है। എന്നാൽ ശിഷ്യന്മാരുടെ ആ ഹൃദയ വിചാരം എന്തായിരിക്കുമെന്ന്
നാം തന്നെ ഒന്ന് ഊഹിച്ചു നോക്കുക. जरा हम लोग ही सोच के देखें कि उस समय में चेलों का अवस्था मनोभावना क्या हुआ होगा. എന്നാൽ അവർക്ക് നോർമലായി അവർക്ക് പറയാൻ കഴിയുന്നത് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. स्वाभाविक रीति से उन लोग ने कहने लगा कि रात भर हमने मेहनत किया लेकिन कुछ भी हमको नहीं मिला. എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് അവിടെ ആ വാക്യം അവിടെ അർത്ഥമാക്കുന്നത് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. हाँ, मुझ पर बने नहीं रहोगे तो तुम कुछ नहीं कर पाओगे करके इस अनुभव को वो लोग वहां पर अनुभव करने मिला. എന്നാൽ കർത്താവ് അവിടെ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്, ये तो ആ प्रभु പടകിന്റെ വലതുവശത്ത് വീശുവാൻ അവരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. तो भी प्रभु वहां पर प्रेम से कहता है कि तुम अपना जाल को उस बाजू फेंको. എന്നാൽ അവർക്ക് ലഭിച്ച ആ മീന്റെ പെരുപ്പം കണ്ടവള് അവരെ എത്രമാത്രം ആനന്ദിച്ചു, എത്രമാത്രം സന്തോഷിച്ചു എന്ന് നമ്മൾക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और जब उन लोगों को बहुत सारा मछलियां जब मिला तो तब हम देखते हैं कि चेले लोग कितना आनंदित हुए. എന്നാൽ നമ്മൾക്ക് വേറൊരു സംഭവം കൂടെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ അത്രമാത്രം ആ വെള്ളത്തിൽ കയറുന്ന അവര് ആ തണുത്ത് വിറച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവര് കരക്കടയ്ക്കുമ്പോൾ അവർക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം എത്രമാത്രമാണ് എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और इस तरह से वो लोग जो मेहनत करके वो लोग जो थक कर गिले होकर भीग गए थे वहां उस अवस्थे में जब वो लोग वापस आए तो जब वो लोग वापस आए तो वो लोग ने देखा कि उनके लिए जरूरत के लिए प्रभु ने सब बातें तैयार करके रखा था. അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അത് അവരുടെ തണുപ്പ് മാറ്റുവാൻ ചൂട് ആഹാരം കലിപനായ ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്. और क्योंकि वो लोग भीग कर आने की वजह से ठंड लग रही थी इसके लिए प्रभु ने पहले से ही उनको आग तैयार करके रखा था और वहां पर मच्छियों को पका के रखा था. കുഞ്ഞുങ്ങളെ വന്ന് ഭക്ഷിപ്പീൻ എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. प्रभु कहता है कि आओ तुम लोग खाओ. എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവരുടെ കണ്ണ് തെളിഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുമ്പോൾ, മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और उनके आंखें खुल गया करके हम लोग आगे बढ़ते समय में हम देखते हैं. പ്രിയമുള്ള ദൈവജനമേ, നാം നമ്മെ തന്നെ ഇതിനോടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. इसलिए प्रिय आओ हम अपने आप को इस अवस्थे के साथ देखें जरा. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ വിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? प्रियो अगर हम लोग प्रभु को छोड़कर अगर हम लोग अकेला कार्य करने गया तो हमारा अवस्था क्या होगा. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കും പുറപ്പെട്ടു പോയിരിക്കുന്നത്. शायद हम लोग कुछ बड़ा कार्य करने के लिए हम लोग निकले होंगे. എന്നാൽ അതൊന്നും സാധ്യമാക്കാതെ അതെല്ലാം അസാധ്യമായി മടങ്ങി വരുന്ന, ഒന്നുമില്ലാത്തവനായി മടങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. परंतु हमारा सारा मेहनत मिट्टी में मिलकर हम लोग कुछ भी जितना मेहनत किया उसका कोई भी फलवत नहीं, शून्य होकर लौट आने का अवस्था हम अपने में देखेंगे. അതോടുള്ള ബന്ധത്തിൽ നവോമിയുടെയും എലിമലേക്കിന്റെയും ആ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ऐसे अवस्था को हम नवोमी के जीवन में जब हम देखेंगे तो എല്ലാം ഉള്ള സ്ഥാനത്ത് നിന്ന് അവർ വിട്ടുപോയ ഒരു സ്ഥാനമുണ്ട്. वो भी और अबीमेलेक जब वो लोग उनके पास जो भी था वो सब कुछ वो लोग छोड़कर आया. എന്നാൽ നമ്മൾക്ക് കാണുവാൻ സകലവും നഷ്ടപ്പെട്ട് അവര് 4 പേരായി മടങ്ങിപ്പോയി. അവിടെ നമ്മൾക്ക് അവിടെ പോകുന്ന സ്ഥാനത്ത് 4 പേര് കൂടിയാണ് പോയത്. എന്നാൽ മടങ്ങി വരുമ്പോൾ എത്ര പേരുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കുക. वो लोग एक परिवार होकर 4 लोग वो लोग गए थे लेकिन लौट कर आते समय में जो गए थे उसमें से कितने लोग लौट कर आया. കർത്താവിനോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് വസിക്കാത്തത് കൊണ്ട്, അവനോട് പറ്റി ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ് എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. अगर प्रभु के साथ बने नहीं रहेगा तो उसका नतीजा कितना बुरा है करके वहां पर हम देख सकते हैं. വലുവനായ ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. അവന്റെ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ, അവനോട് പറ്റിച്ചേർന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വലുവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. इसलिए प्रियो हम लोग प्रभु के साथ बने रहकर प्रभु का कार्य हम लोग करते रहे, ऐसा प्रभु चाहता है. അതാണ് നമ്മൾക്ക് അവിടെ വായിക്കുന്നത്, എന്നിൽ വസിക്കണം, അവനിൽ വസിക്കണം എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. इस विषय में हम लोग वो बात को समझ सकते हैं कि प्रभु कहता है कि तुम मुझ में बने रहो. അതിനോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 21 അത് നിങ്ങളോട് പറഞ്ഞ, എന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വലിയവനായ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ നാം ആശിക്കുന്നതും നമ്മൾ ആശ വെക്കുന്നതുമായ സകല കാര്യങ്ങളും നടക്കും എന്ന് നമ്മൾക്ക് ഇത് മുഖാന്തരം കാണുവാൻ കഴിയുന്നുണ്ട്. और हम लोग अगर सचमुच अगर हम लोग प्रभु के साथ बने रहेंगे तो हमने इच्छा रखा हुआ बहुत से बातों को प्रभु हमारे जीवन में मदद करता है. ആ കൊമ്പിനും മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്ന് അധികം ഫലം കായ്ക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, अगर डाली अगर दाखलता के साथ अगर बने रहेगा तो बहुत
फल उत्पन्न कर सकता है तो നമ്മുടെ ജീവിതത്തിന് നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നാൽ अगर हमारे जीवन में प्रभु के साथ अगर हम बने रहे तो നമ്മളെ കൊണ്ട് അസാധ്യമായിരിക്കുന്ന കാര്യം സാധ്യമാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു രണ്ട് പക്ഷമില്ല എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. हमारे जीवन में जो भी हमने इच्छा रखा है वो सब बात का पूर्ति होगा करके ये एक पक्का अवस्था है. അബ്രഹാമിന്റെ ജീവിതത്തിനും വലിയവനായ ദൈവം അതാണ് നൽകിയത്. अब्राहम के जीवन में भी प्रभु ने ऐसे ही किया था. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവനെ അവിടുന്ന് കൊണ്ടുപോരുന്നു. वो तो उसके पास कुछ भी नहीं था, ऐसा अवस्था में उसको बुलाया. വാഗ്ദത്തം അവൻ നിവർത്തിച്ചത് മുഖാന്തരം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയാണ് വലിയ പ്രതിഫലം അവന് ലഭിക്കാൻ ഇടയായി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുന്നുണ്ട്. और जो प्रतिज्ञा उसको दिया था उस बात का पूर्तिकरण होने की वजह से उसको बड़ा प्रतिफल मिला. മോശയുടെ ജീവിതത്തിലും അത് തന്നെയാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. मूसा का जीवन में भी यही हम देखते हैं. നമ്മൾക്കറിയാം അവനെ കൊണ്ട് വലിയ കാര്യം വലിയവനായ ദൈവത്തിന് ചെയ്യുവാൻ സാധിച്ചു. जिसकी वजह से प्रभु को उसके साथ बड़ा कार्य करने को हो पाया. ഞാൻ നിന്നെ അവിടെ മിദ്യാനിലേക്ക് അയക്കുകയാണ് എന്നാണ് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. तुझे उस जगह ऐसे जगह पर भेज रहा हूँ करके प्रभु कहता है. ഒരു കഴിവുമില്ലാത്തവനായിരുന്നു. ऐसे जिसमें कोई काबिलता नहीं था. അവനോട് കൂടി അവൻ മോശ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് വലിയ കാര്യം നിവർത്തിക്കുവാൻ തക്കോണം ഇടയാക്കി. क्योंकि वो प्रभु के साथ हमेशा बना रहा जिसका नतीजा यह हुआ कि प्रभु को उसमें बड़ा कार्य करने का अवसर मिला. അതുകൊണ്ട് ദൈവജനമേ നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. इसके लिए प्रिय प्रभु के साथ बने रहना, लिपटे रहने का एक अवस्था प्रभु बने रहने के लिए प्रभु हमें सहायता करे. രണ്ടാമതായി നമ്മൾ നോക്കുമ്പോൾ दूसरा बात हम देखते हैं, 7ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്. 7वां वाक्य हम देखते हैं, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുവാൻ അത് നിങ്ങൾക്ക് കിട്ടും. मैं तुम में और तुम्हारा और मेरा वचन तुम में बने रहेगा तो जो तुम मांगोगे उसमें पूर्तिकरण होगा. നമ്മൾക്ക് 119 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വചനത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 119 അല്ലേ? ആ भजन संहिता 119 जब हम पढ़ते समय में നമ്മൾക്കവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 50ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. 50वां वाक्य में हम पढ़ते हैं, അതിന്റെ 50ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത് എന്ന് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और कहते हैं कि तेरा वचन के द्वारा मैं जीवन पाया हूँ. അത് തന്നെയല്ല, എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം നൽകുന്ന വചനമാണ് എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. केवल उतना ही नहीं, वो मेरे दुख में मुझे शांति देता है, ऐसा अवस्था का वचन है. അതിന്റെ 101ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, 101 में हम पढ़ते हैं, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു എന്ന്. 101 पढ़ना. मैंने अपने पाँवों को हर एक बुरे रास्ते से रोक रखा है, जिससे मैं वचन के अनुसार चलूं. അതാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് സകല ദുർമാർഗങ്ങളിൽ നിന്നും എന്റെ കാൽ വിലക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. और मैंने अपने पाँव को हर बुरे काम के रास्ते से मैंने रोक कर रखा है. നമ്മൾക്ക് സദൃശവാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, അവന്റെ വചനം സത്യമാണ് എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. नीति वचन में हम पढ़ते हैं कि प्रभु का वचन सत्य है करके. നമ്മുടെ ദൈവജനമേ നാം നോക്കുമ്പോൾ നമ്മുടെ വചനത്തെ നാം എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കുന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. प्रियो, हम अपने जीवन में प्रभु का इस वचन को कितना हम लोग कार्य करने के लिए हम लोग देते हैं. വചനം നമ്മൾക്ക് വഴികാട്ടിയാണ് എന്ന് നമ്മൾക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. वचन हमको मार्ग दिखाता है करके ऐसा अनुभव होना चाहिए. അതിന്റെ 119ാം സങ്കീർത്തനത്തിന്റെ 105ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 105 में हम इस रीति से पढ़ते हैं कि तेरा वचन मेरे पाव के लिए दीपक है और मेरा मार्ग के लिए उजाला है. അതുപോലെ പല കാര്യങ്ങൾ വചനത്തെ കുറിച്ച് 119ാം സങ്കീർത്തനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और इस रीति से बहुत से बातें हैं उस अध्याय में हम वचन के विषय में हम पढ़ते हैं. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്, സദൃശവാക്യം അതിന്റെ 16ാം അധ്യായം 20ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. अब नीति वचन 16 का 20 हम पढ़ेंगे. जो वचन पर मन लगाता वह कल्याण पाता है,
और जो यहोवा पर भरोसा रखता है वो धन्य होता है। അതാണ് നമ്മൾക്ക് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത് തന്നെ. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുമെന്ന്, അത് മുഖാന്തരം ഭാഗ്യവാനായി തീരുമെന്ന് നമ്മൾക്ക് അവിടെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനായി തീരുമെന്ന് നമ്മൾക്ക് അവിടെ വചനം വായിക്കുവാൻ കഴിയുന്നുണ്ട്. वचन हम इस रीति से हम पढ़ते हैं कि उसका वचन मानने से वो व्यक्ति एक कल्याण पाता है, मतलब कल्याण का अवस्था में खुशी का अनुभव में रहता है, और उस पर भरोसा करने वाला व्यक्ति धन्यवान व्यक्ति है। എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ഉള്ളതോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. प्रभु को हम लोग को कितना अधिक हम धन्यवाद देना चाहिए कि जो भी बात हम प्रभु में हमें मांगेंगे तो वो हमारा सब बातों को वो पूरा करता है। വചനത്തിൽ എത്രമാത്രം നമ്മൾ വചനം എത്രമാത്രം അതിന്റെ ഒരു പ്രാധാന്യത്തിൽ എടുക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കുക. इसके लिए वचन को किस रीति से उस अर्थ में हम लोग लेते हैं, ये हमें सोचना है। പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കാതെ വരുന്നില്ലേ? बहुत बार हमारे जीवन में वो बात पूरा नहीं होता है ना, वचन की बातें। നാം ചിലപ്പോൾ ജോലി ചെയ്ത് വളരെ ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ बहुत बार हम देखते हैं कि जब हम लोग काम करके और थक के घर पे जब आते हैं, വചനം വായിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥയിലായിരിക്കില്ല നാം വരുന്നത്. ऐसे समय में वचन को पढ़े इस रीति का मानसिक अवस्था नहीं रहता है हमारा। അന്നേരം പഴയ ആൾക്കാർ പറയുന്നതിലൂടെ മാത്രം ഇതാ മലക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കിടക്കയിലേക്ക് നമ്മൾ ചായുന്ന അവസ്ഥയല്ല നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മനസ്സിലായില്ല, പിന്നെ പറയാോ? അത് പറഞ്ഞത് പഴമക്കാർ പറഞ്ഞതാ. മാത്തനിതാ മലക്കുന്നു എന്ന് വെച്ചാല് വചനം വായിക്കാനുള്ള ഒരു സ്ഥിതിയില്ലല്ല, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. ओके ओके, तो इसलिए हम ये बात पूर्वज के लोग भी, पुराने बूढ़े लोग भी इस तरीके से कहते हैं, जब लोग काम करके थक कर आता है तो कुछ भी करने का मन नहीं करता, इसलिए बिस्तर को देखा वो लोग लेट जाते हैं. അന്നേരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വചനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और ऐसा अवस्था में रहने की वजह से वचन के साथ कोई संबंध नहीं रहता. നമ്മുടെ കാലിന് ദീപമായി നമ്മളോട് കൂടെയുള്ളത് വചനമാണ്. हमारा पैर के लिए दीपक बनकर रहने वाला है प्रभु का वचन. നമ്മുടെ മാർഗത്തിന് നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി ഉള്ളത് അത് ആ വചനം തന്നെയാണ്. और हमारा मार्ग के लिए उजाला है प्रभु का वचन. നമ്മൾ 119 സങ്കീർത്തനം അതിന്റെ 147 വാക്കിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 119 का 149 में हम पढ़ते हैं, ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിന് ഞാൻ പ്രത്യാശ വെക്കുന്നു. पढ़ेंगे 149. अपनी करुणा के अनुसार मेरी सुन ले, हे यहोवा, अपनी रीति के अनुसार मुझे जीवित कर. 147 सॉरी 147 पढ़ना, सॉरी. मैंने पाँव फटने से पहले दुहाई दी, मेरी आशा तेरे वचनों पर थी. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. मेरे पाँव फटे, यानी कि सवेरे सवेरे ही मैंने तुझ पर ध्यान देने के लिए मैं उठा और मेरा आशा तेरे वचनों पर थी. 148 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ വചനം ധ്യാനിക്കുവാൻ ഞാൻ എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. 148 पढ़ना. मेरी आंखें रात के एक एक पहर से पहले खुल गई कि मैं तेरे वचन पर ध्यान करूं. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ നാം നോക്കുമ്പോൾ ആ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. इसलिए खास रीति से हमारे बच्चों के विषय में हम लोग ये वचन बोलना और उनको समझाना सिखाना बहुत जरूरी है. അവരുടെ നടപ്പ് നിർമ്മലമാക്കണമെങ്കിൽ, അവരുടെ നടപ്പ് നന്നാക്കണമെങ്കിൽ ഈ വചനം അവരോട് പറഞ്ഞു കൊടുത്താലേ അത് സാധ്യമാകുകയുള്ളൂ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. और ये वचन हमें याद दिलाता है कि बच्चों को सुधारना, उनके चाल चलनों को सही करना है तो वचन से उनको शिक्षण देना बहुत जरूरी है. അവന്റെ പാത സൂക്ഷിക്കണമെങ്കിൽ, അവനെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഈ വചനം അവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. उनका चाल चलन और उनका जिंदगी और जीवन अगर सुधारे रहकर सही रहना है तो ये वचन को मानकर चलना, वचन रहना जरूरी है. അതിന്റെ 9 വാക്യത്തിൽ നമ്മൾക്ക് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 119 അത് തന്നെ वाक्य 9 पढ़ेंगे. जवान अपनी चाल को अपनी सिपाही से शुद्ध रखे, तेरे वचन के अनुसार सावधान रहने से. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ചെറുപ്പത്തിലെ വചനം പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്ന
അവർക്കൊരു മാർഗദർശിയാണ്. അതുപോലെ അവരെ സൂക്ഷിക്കുവാൻ, അവർ ഇടത്തോട്ടോ വലത്ത്, നമ്മൾക്ക് ഇവിടെ സദൃശവാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, അവർ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പുറകിൽ നിന്നൊരു ശബ്ദം. അതാണ് നമ്മൾ വചനം ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ശബ്ദം കേൾക്കുവാൻ തക്കോണം കഴിയും. इसलिए प्रियो, जवानी में ही प्रभु का वचन को हम लोग शुद्ध मानकर उसको अपने अपनाए तो वो वचन एक हमारे लिए एक मार्गदर्शन बनता है, हमारे चाल चलन में सहायता करता है। जैसे नीति वचन में पढ़ते हैं कि इधर अगर हम लोग इधर उधर जाए तो भी उस समय में भी हम वचन है जो हमें मार्गदर्शन करके सही रास्ता दिखाता है कि कब दाएं मुड़े और कब बाएं। നമ്മുടെ ജീവിതത്തിൽ നാം വചനത്തെ മറക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. अगर हम हमारे जीवन में वचन को अगर हम नहीं भूलेंगे तो हमारा जीवन बहुत ही धन्य रहेगा। നമ്മൾക്ക് ജീവൻ നൽകുന്നത് ഈ വചനത്തിൽ കൂടിയാണ് എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ, എഴുതപ്പെട്ട വചനം നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. हमें जीवन मिलता ही है हमें उस वचन के द्वारा, क्योंकि लिखा हुआ वचन अभी हमारे हाथ में प्रभु ने दिया है। എന്നാലും നാം വായിച്ചതുപോലെ എന്നിൽ വസിച്ചത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് അതുമൂലം വചനം നമ്മൾക്ക് അത് വചനത്തിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. इसलिए प्रभु जैसा यूहन्ना 15 में कहते हैं कि यदि तुम मुझ पर बने रहेगा तो प्रभु को कुछ कार्य करने हमारे जीवन में होगा। ऐसा उपलब्ध अगर हम रहेंगे तो जिसकी वजह से आगे उसका परिणाम यह होगा कि हमें उसका प्रतिफल मिलेगा। നമ്മെ സൂക്ഷിക്കുവാൻ, हमें संभालने के लिए, നമ്മെ കാക്കുവാൻ, हमें बचाए रखने के लिए, നമ്മൾക്ക് കരുതൽ അനുഭവിപ്പാൻ, हमें उनका दया को अनुभव करने के लिए, അവന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുവാൻ, उनका कृपा और अनुग्रह बने रहने के लिए വചനത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കണം. हमें वचन पे स्थिरता से हम जिए। മറന്നു പോകാതെ നാം നിത്യം വചനം വായിച്ചുകൊണ്ടിരിക്കണം. हम लोग कभी ना भूलने के लिए सर्वदा हम लोग वचन पढ़ते रहना चाहिए। മൂന്നാമതായി നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് तीसरा बात हम देखते हैं, എന്റെ സ്നേഹത്തിൽ വസിക്കണം. मेरे प्रेम में तुम बने रहो। വലിയവനായ ദൈവം ഇവിടെ പറയുകയാണ്, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. प्रभु यहाँ पर कहता है कि मेरे प्रेम में बने रहो। അതിന്റെ 9ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണത്. उसका 9 का आखिरी भाग में हम पढ़ते हैं, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. जैसा पिता मुझसे प्रेम करता है वैसा ही मैं भी तुमसे प्रेम रखा। അതുകൊണ്ട് എന്റെ സ്നേഹത്തിൽ വസിക്കുവാനാണ് വലിയവനായ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. इसलिए प्रभु का वचन हमसे ये कहता है, प्रभु ये वचन के द्वारा कहना चाहता है कि मेरे प्रेम में बने रहो। യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം यूहन्ना का सुसमाचार अध्याय 4 में, 1 യോഹന്നാൻ 4-ന്റെ पहला यूहन्ना 4 का അതിന്റെ 9-ഉം 10 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ उसका 10 से 19 तक पढ़ते समय में നമ്മൾക്ക് അവിടെ ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. कुछ बातें हम वहां पर हम देखते हैं। നമ്മൾക്ക് അവിടെ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम ऐसा पढ़ते हैं, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, वाक्य 8 में हम ऐसा पढ़ते हैं ദൈവം സ്നേഹം തന്നെ എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. कि परमेश्वर प्रेम है, क्या तुम नहीं जानते? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. और जो प्रेम नहीं करता वो परमेश्वर को नहीं जानता। അതുകൊണ്ട് വലിയവനായ ദൈവം അവിടെ പറയാണ്, ഞാൻ സ്നേഹം തന്നെ ആവുന്നു എന്ന്. क्योंकि इसलिए प्रभु वहां पर कहता है क्योंकि मैं प्रेम हूँ। അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്, 9वां वाक्य में हम पढ़ते हैं, അവനാൽ ജീവിക്കണമെങ്കിൽ നാം സ്നേഹമുള്ളവരായിരിക്കണമെന്ന്. हम प्रेम में बने रहना है ताकि हम उसके द्वारा हम जी सके। അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം അവൻ നമ്മെ സ്നേഹിച്ചതല്ല, നാം അവനെ ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി തന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 10 में हम पढ़ते हैं कि सच्चा प्रेम ये नहीं कि हमने प्रेम किया बल्कि परंतु पहला प्रभु ने हमसे प्रेम किया जिसके द्वारा हमने उनके प्रेम किया है। അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നുവെന്ന്. 19 में हम पढ़ते हैं कि क्योंकि उन्होंने पहला हमसे प्रेम किया इसलिए हम उनसे प्रेम करते हैं। നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നാം അവനെ സ്നേഹിച്ചതല്ല, हम देखते हैं कि हमने नहीं उनसे प्रेम किया അവൻ നമ്മെ സ്നേഹിച്ചതാണ്. बल्कि उन्होंने हमसे प्रेम किया, അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. इसकी वजह से हम उनसे प्रेम करते हैं। എന്നാൽ നമ്മൾക്ക് മുൻപുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ऊपर का वाक्य पढ़ते समय में हम देखते हैं നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെ സ്നേഹിക്കണമെന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. प्रभु ने जिसने हमसे प्रेम किया और अपने आप को अर्पण करके दिया उस प्रभु को प्रेम करो। നമ്മോടുള്ള സ്നേഹം അവൻ പ്രദർശിച്ചത് എപ്രകാരമായിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കാറുണ്ടോ? उन्होंने हमारे विषय में प्रेम को कैसा प्रकट किया? നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നുമില്ലാത്തവരായിരുന്നു.
जब हम उन्होंने तब से हमसे प्रेम किया जब हमारे जीवन में हम कुछ भी नहीं थे। സ്നേഹം എന്തെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. प्रेम क्या है हम नहीं जानते थे। എങ്ങനെ സ്നേഹിക്കണം എന്ന് നാം പഠിച്ചിട്ടില്ലായിരുന്നു. कैसा प्रेम करना है हम नहीं सीखे थे। ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. परमेश्वर के साथ कोई संबंध नहीं था। നമുക്ക് പറയാം നാം ദൈവം ഇല്ലാത്തവരായി ജീവിച്ചവരായിരുന്നു. हम लोग तो ऐसे जी रहे थे मानो परमेश्वर है ही नहीं। അങ്ങനെയുള്ളവർ എങ്ങനെയാണ് സ്നേഹിക്കാൻ അറിയുന്നത്? ऐसे लोग ऐसे अवस्था में जीने वाले लोग कैसा प्रेम कर सकते हैं? എങ്ങനെയാണ് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത്? कैसे हम दूसरों को हम प्रेम कर सकते हैं? അത് കണ്ടുകൊണ്ടാണ് നാം കണ്ടത് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവാം ദൈവം അയച്ചത്. ये अवस्था को देखकर है पिता परमेश्वर ने अपना एकलौता पुत्र को इस जगत पर भेजा। യഥാർത്ഥമായ സ്നേഹം നമ്മിൽ ചൊരിയുവാൻ, യഥാർത്ഥമായ സ്നേഹം നമ്മെ പഠിപ്പിക്കുവാനാണ് പിതാവാം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. सच्चा प्रेम क्या है और सच्चा प्रेम जानने के लिए परमेश्वर ने अपना पुत्र को भेजा। എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. 16 वाक्य में हम इस तरह से हम जानते हैं कि इस तरह हम लोग परमेश्वर का प्रेम क्या है करके हम जान गए। ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ തന്റെ പുത്രനെ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്? ऐसा कोई भी कर सकता है कि कौन ऐसा करता है कि अपना एकलौता पुत्र का बलिदान देकर मनुष्य जात को बचाएगा? സ്നേഹത്തെ കുറിച്ചുള്ള ഡെഫിഷ്യൻസി നമുക്ക് കാണുവാൻ കഴിയുന്നത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്തി 13-ാം അധ്യായത്തിൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और पहला कोरिन्थियों 13 अध्याय में वहां पर प्रेम का सही अर्थ को हम देख सकते हैं। 3 പ്രത്യേക വിഷയം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. बहुत से बातों को हम देखते हैं। വിശ്വാസം, പ്രത്യാശ, സ്നേഹം. वहां पर हम विश्वास, प्रेम, विश्वास और आशा को हम देखते हैं। നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഇവ മൂന്നിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്നേഹമാണ് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और इसमें से जो सबसे बड़ा है और जो सबसे आगे है वो है। നമ്മൾക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, അപ്പം നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാണാത്ത ദൈവത്തെ നമ്മൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന്. पहले यूहन्ना में पढ़ते समय में जो देखने वाला भाई से प्रेम नहीं कर सकता वो अंधे का परमेश्वर से कैसा प्रेम कर सकता है? നമ്മൾക്ക് അതുകൊണ്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ സ്നേഹം ആ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. इसलिए वो प्रेम को हमें सिखाने के लिए, वचन के द्वारा हम समझने के लिए ही तो परमेश्वर ने अपना पुत्र को भेजा। ആ സ്നേഹമാണ് നമ്മൾ പ്രദർശിപ്പിച്ച് വലിയവനായ ദൈവം ആ കാൽവറി ക്രൂശിൽ കാണിച്ചത്. और वो प्रेम को प्रकट करने के लिए प्रभु कलवरी क्रूस पर मरा। ഇതുപോലെ നിങ്ങളെ ആരും സ്നേഹിക്കത്തില്ല എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. इस रीति से कोई भी हमसे ऐसा प्रेम नहीं करता। എന്നാൽ വലിയവനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തന്ന് നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. हम देखते हैं कि परमेश्वर ने हमसे ऐसा प्रेम किया कि उन्होंने अपना एकलौता पुत्र को देकर साबित किया कि वो प्रेम करता है। ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. एफेसो 5:2 में हम इस रीति से पढ़ते हैं। അവിടെ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. एफेसो 5:2 में हम देखते हैं 5:2 और प्रेम में चलो जैसा मसीह ने भी तुमसे प्रेम किया। അതാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗമായി अर्पिച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവീൻ എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. रीति से उन्होंने हमारे लिए अपने आप को एक सुगंध के रूप में परमेश्वर के लिए एक भेंट और बलिदान कर दिया, जैसे इसलिए हमें उसका प्रेम को हम जान पाए। അതുപോലെ തന്നെ നമ്മൾക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. Isaiah 43 का 4 भी पढ़ते समय में यही बात को हम देखते हैं। എബ്രായ ലേഖനം അതിന്റെ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 53-ാം അധ്യായം 10-ാം വാക്യത്തിലും ഇതുപോലെ തന്നെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. Isaiah 53 का 10 में भी इसी रीति से भाग को हम देखते हैं। അവിടെ അതൊന്നും നമുക്ക് നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. Isaiah 53 का 10 में हम देखते हैं। എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. देखते हैं कि तो भी यहोवा को यह भाया कि अपना पुत्र को कुचले। എന്തുകൊണ്ട്? क्यों? നമ്മെ സ്നേഹിക്കുവാൻ, ताकि हमसे प्रेम कर सके। അവന്റെ ആ പുത്രനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയത് നമ്മളെ സ്നേഹിക്കുവാനും ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുവാനും വേണ്ടിയാണ്. तो उनको यह भाया कि अपने पुत्र को कुचले ताकि उनका प्रेम हमारे प्रकट हो और हमारे अंदर प्रेम प्रकट हुआ, प्रेम हम दूसरों को बांट सके।
നമ്മുടെ സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹിതന്മാർ നമ്മൾക്ക് പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि जब हम प्रेम करते हैं तो हमारे मित्र लोग तभी हमसे बहुत प्रेम करते हैं. അതിന്റെ അതെന്താ സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. नीति वचन 17 का 17 में हम पढ़ते हैं, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, तो मित्र जो है हर समय में प्रेम रखता है, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരും. परंतु विपत्ति के समय में वो भाई बन जाता है. എത്ര സന്തോഷകരമായ ഒരു വാക്കാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. कितना आनंद पूर्वक देने वाला वचन है ये. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, जो मित्र है, जो प्रेम करने वाला, वो हर समय में हमसे प्रेम करता है, എന്നാൽ അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരും. परंतु विपत्ति के समय में वो भाई बन जाता है. നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ ഇത് കഴിയുന്നുണ്ട്. നമ്മളൊന്ന് നോക്കുക, പലപ്പോഴും നമ്മൾ പലരെയും സ്നേഹിക്കുന്നുണ്ട്. ആപത്ത് കാലത്ത് അനർത്ഥകാലത്ത് നമ്മെ വിട്ടുപോകുന്ന സ്നേഹിതന്മാർ എത്രയോ പേരുണ്ട്. इसलिए प्रिय हमें ये वाक्य को हमारे जीवन में भी हम लागू करें. हमसे प्रेम करने वाले मित्र लोग तो बहुत रहते हैं, परंतु विपत्ति के समय में कितने लोग हमारे साथ बने रहते हैं. നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അനർത്ഥകാലത്തെ സഹോദരനായി തീരുമെന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. परंतु हम पढ़ते हैं कि विपत्ति के समय में वो दिन वो हमारा भाई बन जाता है. ഇവിടെ ദൈവജനമേ, इसलिए प्रियो നമ്മളിവിടെ വായിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞത് हम यहाँ पर पढ़े अभी, അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായിരിക്കണം. हम उनके प्रेम में बने रहे. അതിന്റെ 1 യോഹന്നാന്റെ 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു, അതുകൊണ്ട് നാം അവനെ സ്നേഹിച്ചു. जैसा हमने पहले യോഹന്നാ में हमने पढ़ा था, क्योंकि उन्होंने पहला हमसे प्रेम किया, इसलिए हमने प्रेम किया. നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുവാനോ സ്നേഹിക്കപ്പെടുവാനോ യാതൊരു അർഹതയുമില്ലാത്ത സ്ഥാനമായിരുന്നു. हमारा अवस्था क्या था कि हम हमारे जीवन में हम किसी से प्रेम नहीं कर पाते थे, ना ही किसी का प्रेम हमको मिल सकता था. ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. हम लोग ठुकराए हुए अवस्थे में थे, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയായിരുന്നു. कोई भी हमको पलट के नहीं देखता था, നമ്മെ സ്നേഹിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. प्रेम करने के लिए कोई नहीं था. പലപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മളെ സ്നേഹിക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ऐसा अवस्था भी हमारे जीवन में आता है कि हमारे खुद का भाई हमसे प्रेम नहीं करता, നമ്മുടെ കഷ്ടകാലത്ത് നമ്മളോട് കൂടെ അവർ കാണുകയില്ല. क्योंकि कष्ट विपत्ति के समय में वो हमारे साथ नहीं रहते. നമ്മുടെ പ്രയാസവേളയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. अब कष्ट के समय में कोई हमारे साथ नहीं रहता. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് परंतु हम देखते हैं कि എല്ലാ കാലത്തും സ്നേഹിക്കുന്ന ഒരുവൻ നമ്മളോട് കൂടെ ഉണ്ട്. हर समय में हर पल प्रेम करने वाला एक प्रभु हमारे साथ है. നമുക്ക് അവനെ കാലാകാലങ്ങളായി നമുക്ക് അവനുമായിട്ടുള്ള ബന്ധം തുടരുവാൻ തക്കവണ്ണം ഇടയായി. और समय समय तक उनके साथ एक रिश्ता बनाए रखने हुआ. അവന്റെ സ്നേഹം പ്രദർശിപ്പിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. हम जानते हैं कि उन्होंने अपना प्रेम को प्रकट किया, प्रदर्शन किया. കാൽവരി ക്രൂശിൽ അവന്റെ ജീവൻ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിലും വലിയ സ്നേഹമില്ല. कलवरी क्रूस में अपना जीवन को वो बलिदान देकर जो कुर्बानी उसने किया, इससे बड़ा प्रेम नहीं. അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? इसलिए हम वो उनसे क्या आग्रह करते हैं? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. प्रभु आग्रह हमसे ये रखता है कि जिस तरह प्रभु ने हमसे प्रेम किया, वैसा हम एक दूसरे से प्रेम करें. നമ്മൾ ഇത് പൂർണ്ണമായി ഇത് പാലിക്കുന്നുണ്ടോ? क्या सचमुच इसको पूर्ण रीति से हम पालन करते हैं क्या? നമ്മൾ ചിലപ്പോൾ സ്നേഹിക്കും, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതിന് പ്രതികാരം അവർ ചെയ്യുന്നില്ലെങ്കിൽ നാം നേരെ എതിർത്ത് പറയുന്ന ദ്വേഷിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? हम लोग हमारे जीवन में जब हमारे विरुद्ध जब लोग होते समय नहीं रहता, तो हम उनके खिलाफ हो जाता है. നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മെ സ്നേഹിച്ച് നമ്മൾക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ അർപ്പിച്ച ആ ദൈവത്തിന്റെ മുമ്പാകെ നാം പൂർണ്ണമായി സമർപ്പണമുള്ളവരായി ജീവിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. इसलिए हम देखते हैं कि उस बड़ा महान प्रभु को हम देखते हैं कि जिन्होंने अपना जीवन को अर्पण करके हमसे प्रेम किया. അവന്റെ സ്നേഹത്തിൽ നിത്യം വസിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. प्रभु ने हम सबको सहायता करे कि उस बड़ा प्रभु के प्रेम में हम बने रह सके. ആരും സ്നേഹിക്കാത്തിൽ ഉപരിയായി അവൻ നമ്മെ സ്നേഹിച്ചത് ആ സ്നേഹം എത്ര വലുതാണ്. तो जब कोई भी हमसे प्रेम नहीं कर रहा था, ऐसे समय में प्रभु ने हमसे प्रेम किया. ऐसा बड़ा प्रेम है प्रभु का. അവന്റെ ജീവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിനും വലിയ സ്നേഹമില്ല എന്ന് നമ്മൾക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. उनका जीवन को अर्पण करके बलिदान करके देने वाला जो प्रेम प्रभु ने प्रकट किया, उससे बड़ा प्रेम नहीं. വലിയവനായ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് കാലാകാലങ്ങൾ ഇടയാക്കിയത് ഓർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. और प्रभु को धन्यवाद दे कि उस बड़ा प्रभु के प्रेम में सर्वदा बने रहकर समय समय तक उस प्रेम में बढ़ते रहने के लिए प्रभु सहायता कर रहा है. അവന് സ്തോത്രം ചെയ്യുന്നവരായി തീരാം. उसको धन्यवाद दे. അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിച്ചതുപോലെ जैसा हमने यहाँ पर पढ़ा,
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ यूहन्ना 15 में हमने पढ़ा അവനിൽ നാം വസിക്കുന്നവരായിരിക്കണം. कि हम उन पर बने रहे, उनमें बने रहे. അവന്റെ അവനെ വസിച്ചുകൊണ്ട് അവന്റെ വചനത്തിൽ പൂർണ്ണതയുള്ളവരായി ജീവിക്കണം. उन पर बने रहकर उस वचन में पूर्णता में हम रहे. അവന്റെ വചനത്തിൽ നാം വളരുകയാണെങ്കിൽ അവന്റെ സ്നേഹം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. उनका वचन में अगर हम बने रहेंगे तो उनका प्रेम क्या है हम जान पाएंगे. ആ സ്നേഹത്തിൽ നമ്മൾക്ക് വസിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കുമാറാകട്ടെ. उस प्रेम में बने रहने के लिए प्रभु हम सबको सहायता करे. നമ്മൾക്ക് തരുന്ന കാലമൊക്കെയും हमें दिया हुआ जो समय है അവനിൽ വസിച്ച് उनमें बने रहकर മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാനും दूसरों को फायदा हो सके അവന്റെ പ്രവൃത്തി പൂർണ്ണമായി തീർക്കുവാനും और उनका कार्यों को पूरा कर सके, അവൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. तो हम सबको सहायता करें അതുപോലെ അവന്റെ വചനത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കുമാറാകട്ടെ. और उनके वचन में मजबूत होकर स्थिर बने रहने के लिए प्रभु सहायता करे. നമ്മൾക്കറിയാം നമ്മുടെ നമ്മൾക്കറിയാം എന്താണ് ഈ വചനത്തിന് വിരുദ്ധമായുള്ള ആൾക്കാർ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമുക്ക് ഈ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. അതല്ല, നിങ്ങൾ പറയുന്നതല്ല ശരി, ഇതാണ് ശരി എന്ന് നമ്മൾക്ക് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം വചനത്തിൽ നമ്മൾക്ക് ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. इसलिए प्रियो हम लोग वचन हमें इतना हमें मजबूत करता है कि जब दुरुपदेश लोग या झूठा शिक्षण लोग जब वचन लेकर आते समय में हम लोग उस वचन पे हम लोग खड़े रह सकते हैं. अगर नहीं तो वो लोग जो भी बोलेंगे उस वचन को हम लोग ना माने. इसीलिए कोई भी दुरुपदेश पर हम ना गिरने के लिए प्रभु हमें सहायता करे. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ ഇടയാക്കുന്നു. इस रीति से दूसरों को प्रेम कर सके, ऐसा प्रभु हमें सहायता करे. നാം വായിച്ചതുപോലെ സദൃശവാക്യം അതിന്റെ 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചതുപോലെ जैसा हमने नीति वचन में हमने पढ़ा, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും. मित्र जो है वो हर समय में हमसे प्रेम करता है കാലത്ത് അവൻ സഹോദരനായി തീരും. और विपत्ति के समय में वो हमारा भाई बन जाता है. नीति वचन 17:17 में നമ്മുടെ പ്രയാസവേളയിൽ, हमारे तकलीफों के समय में, ദുഃഖത്തിന്റെ വേളയിൽ, दुख के समय में നിരാശയുടെ സമയത്ത്, और निराशा के समय में, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, കഷ്ടതയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ, कष्ट के अवस्था में, പ്രയാസങ്ങളുടെ വേളയിലായിരിക്കുമ്പോൾ बहुत ही प्रयास और आपत्ति में रहते समय में ഒരു സഹോദരനായി നമ്മളെ സ്വാന്തനപ്പെടുത്തുവാൻ, एक भाई के समान हमें सांत्वना देने के लिए, നമ്മെ സ്നേഹിക്കുവാൻ हमसे प्रेम करने के लिए നമ്മുടെ വലിയവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. हमारा बड़ा प्रभु हमारे साथ है. ഈ പൂർണ്ണ നിശ്ചയം, പൂർണ്ണ ഉറപ്പുള്ളവരായി വരും കാലങ്ങളിൽ ജീവിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. पूर्ण निश्चय में और भरोसे में बने रहने के लिए आने वाले दिनों में प्रभु हमको सहायता करे. ഇത്രയും സമയം നിങ്ങളോട് കൂടി ഈ വചനം ഷെയർ ചെയ്യുവാൻ തക്കണം വലിയവനായ ദൈവം ഇടയാക്കി തോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इतना समय आप लोग के साथ वचन बांटने के लिए जो समय मुझे मिला इसके लिए मैं धन्यवाद देता हूँ. അതിനുവേണ്ടി സമയം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. और भाइयों ने जो समय दिया है उनके लिए मैं धन्यवाद देता हूँ. ഒരു പക്ഷേ ഞാൻ വിചാരിച്ചു പോയതാണ് ഈ വചനം എനിക്ക് എടുക്കുവാൻ സാധിക്കയില്ല എന്ന് ഞാൻ ഒരു പക്ഷേ വന്നു പോയേനേമായിരുന്നു. ऐसा हो, शायद ऐसा मुझे लगा कि वचन बांटने नहीं हो पाएगा करके. കാരണം വചനം ചിന്തിക്കുവാൻ ഇരുന്നപ്പോൾ ഒരു ചെറിയ പ്രയാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. क्योंकि वचन को ध्यान करते समय में एक छोटा सा अवस्था मेरे जीवन में हुआ. ശാരീരികമായി ഞാൻ വളരെ ദുർബലനായി തീർന്ന ഒരവസ്ഥയായിരുന്നു. वचन पढ़ते समय में मैं एकदम दुर्बल और कमजोर हो गया. എന്നാൽ വലിയവനായ ദൈവം എന്നെ ധൈര്യപ്പെടുത്തി, परंतु प्रभु ने मुझे बलवंत किया എന്നെ ബലപ്പെടുത്തി, और मुझे सामर्थ दिया, എനിക്ക് ധൈര്യം തന്നു. मुझे हिम्मत दिया. ഇന്ന് വചനം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള കൃപ വലിയവനായ ദൈവം തന്നു. और आप लोग के बीच में वचन बांटने के लिए प्रभु अनुग्रह दिया. ശാരീരികമായി ഞാൻ ഓർത്ത് ഇതിന്റെ ഇടയിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ച അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. यहाँ तक कि शारीरिक तकलीफ भी शायद हो सकता है, ऐसा भी मैंने सोचा था. ഒരു പ്രത്യേക പ്രിയപ്പെട്ടവരോട് ഒരു അഭ്യർത്ഥന, എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ശാരീരികമായി ബലഹീനനായി പോയി എന്ന് ഞാൻ ആയിപ്പോയി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. सभी भाइयों को मैं प्रार्थना के लिए निवेदन करता हूँ क्योंकि शारीरिक अवस्था से मैं थोड़ा कमजोर हूँ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ധൈര്യപ്പെട്ട് ബലപ്പെട്ട് ജീവിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കും. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ ഈ വചന ശുശ്രൂഷയിൽ നിന്നും പിന്മാറുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. अब सब लोग मुझे प्रार्थना में याद कर रहे हैं, उसके लिए धन्यवाद करना चाहता हूँ और आगे भी बने रहे
उस प्रार्थना में बने रहे, ऐसा बोलकर मैं अपना शब्द को मैं रोकता हूँ। നാം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर का नाम का महिमा हो.